നമുക്ക് പാലക്കാട്ടേക്ക് കൂടി ഒന്ന് പോകണം. പാലക്കാട് കഴിഞ്ഞ തവണ വോട്ടെണ്ണിയപ്പോൾ സംഭവിച്ച കാര്യം ഞാൻ പ്രേക്ഷകരോടൊന്ന് പറയാം. പാലക്കാട് കഴിഞ്ഞ തവണ ആദ്യത്തെ 7 റൗണ്ടുകൾ കഴിയുമ്പോഴും എന്തായിരുന്നു അവസ്ഥ? 9,000-ൽ കൂടുതൽ വോട്ടുകളാണ് BJP ലീഡ് ചെയ്തത്. നമ്മൾ ഒന്നിച്ചാണ് എണ്ണിയത്, ഓർമ്മിക്കുന്നുണ്ട്. ആദ്യ ഘട്ടങ്ങളിൽ അടിച്ചു കയറുകയായിരുന്നു ശ്രീധരൻ. ഷാഫി പറമ്പിൽ ബഹുദൂരം പിന്നിലേക്ക് പോയ തെരഞ്ഞെടുപ്പായിരുന്നു ആദ്യത്തെ 7 റൗണ്ടുകൾ. പക്ഷേ 7 റൗണ്ടുകൾ കഴിഞ്ഞതോടുകൂടി പിരായിരിയിലേക്ക് വന്നു. അതെ, കളം മാറി പിരായിരിയിലേക്ക് എത്തിയതോടുകൂടി BJPയുടെ ലീഡ് നില ക്രമാനുഗതമായി കുറഞ്ഞു വന്ന് എങ്ങനെ വന്നു? അവസാനം മാത്തൂരിലേക്കും അതിനുശേഷം കണ്ണാടിയിലേക്കും എത്തിയതോടുകൂടി ഷാഫി പറമ്പിൽ അടിച്ചു കയറുന്ന കാഴ്ച കണ്ടു. 3800 നഗരസഭ അവര് പിരായിരി വെച്ച് റദ്ദാക്കുന്നു, മാത്തൂരിലും കണ്ണാടിയിലും അഡ്വാൻറ്റേജ് എടുക്കുന്നു. അപ്പൊ ഇത്തവണ അത് തന്നെയാണ് കണക്കുകൾ, ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം, 7 റൗണ്ടുകൾ ആദ്യത്തെ നിർണായകമാണ്. ആദ്യം പ്രേക്ഷകർക്ക് പാലക്കാടിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് BJP മുന്നിൽ, സി കൃഷ്ണകുമാർ മുന്നിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് അമിതാഹ്ലാദം വേണ്ട എന്നാണ് UDF കേന്ദ്രങ്ങളിൽ എന്ന് പറയുന്നത്. ഇന്നലെ സന്ദീപ് വാര്യർ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചു. സന്ദീപ് വാര്യർ പേഴ്സണൽ മെസ്സേജ് ഞാൻ എല്ലാം വായിക്കുന്നില്ലെങ്കിലും എന്നോട് പേഴ്സണലും പ്രൊഫഷണലുമായി ഒന്നും പറയാറില്ല. നിങ്ങൾ തമ്മിൽ ഇപ്പൊ നല്ല സൗഹൃദമാണല്ലോ. എന്തായാലും സന്ദീപ് വാര്യർ അയച്ച മെസ്സേജിൽ സന്ദീപ് പറയുന്നുണ്ട്, ആദ്യത്തെ 7 റൗണ്ടുകൾ എണ്ണുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണേ അംബാനെ എന്ന് പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ 7 റൗണ്ടുകൾ വരുമ്പോൾ അമിതമായ ആത്മവിശ്വാസം വേണ്ട, പാലക്കാട് താമര വിടർന്നു എന്നോട് പറയാൻ പറ്റാത്തതോട് താങ്കളോട് പറഞ്ഞത്. അതെ, അങ്ങനെ പറയരുത് എന്നതാണ് സന്ദീപ് ഉദ്ദേശിച്ചത്. പക്ഷേ താമര 6000 വോട്ടിനും അപ്പുറത്തേക്ക് BJP ആദ്യത്തെ 7 റൗണ്ടുകൾ എണ്ണുമ്പോൾ ലീഡ് വർദ്ധിപ്പിച്ചാൽ കഴിഞ്ഞ തവണ പിരായിരിയിൽ UDFന് കിട്ടിയ മേൽക്കൈ ആവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ആ താമരത്തണ്ടിന് ശക്തി കൂടുന്നു എന്നതാണ്. പിരായിരിയിൽ സരിൻ UDFന്റെ പിരി ഊരിയിട്ടുണ്ടെങ്കിലും തിരിച്ചാകും കാര്യങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ മാത്തൂരിലും കണ്ണാടിയിലും ഉണ്ടായ വർധനവ് ഏകപക്ഷീയമായ വർധനവല്ല എന്നതാണ്. അതായത് കണ്ണാടിയിലും മാത്തൂരിലും 3 പാർട്ടിക്കാരും കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിൽ CPM ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയത് എനിക്ക് നേരിട്ടറിയാം, RSSന്റെയും ഡോർ ടു ഡോർ ക്യാമ്പയിൻ അറിയാം. അതുകൊണ്ട് തന്നെ കണ്ണാടിയിലും മാത്തൂരിലും ചുരുങ്ങിയ പക്ഷം ഒരു 500 മുതൽ 1000 വോട്ടുകൾ വരെ BJPക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കളി വേറെയാവും. ഉറപ്പായും ക്യാമ്പയിൻ സ്ട്രാറ്റജി 2026ലേക്ക് പോകുമ്പോൾ മാറ്റണോ എന്നതിന്റെ ഒരു ടെസ്റ്റ് കൂടിയായി മാറുകയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്. കാരണം 3 മുന്നണികളും തങ്ങൾക്ക് പറ്റുന്ന തന്ത്രങ്ങളെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഏത് തന്ത്രമാണ് വോട്ടർമാരുടെ മനസ്സിലേക്ക് ചെന്നത് എന്നതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇനി നമ്മൾ ആരിലേക്കാണ്? ഇനി നമുക്ക് പാലക്കാട്ടേക്ക് പോകണം. പാലക്കാട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണത്തെ കണക്ക് ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാം. 1ാം റൗണ്ടിൽ BJP നേടിയ ലീഡ് 1804 വോട്ടുകളായിരുന്നു. 1804. ആദ്യ റൗണ്ടിൽ കഴിഞ്ഞ തവണ BJP നേടിയ 1804. പ്രേക്ഷകർ കുറിച്ചു വെച്ചോളൂ. ഇത്തവണത്തെ ട്രെൻഡ് പ്രേക്ഷകർക്ക് അറിയണമെങ്കിൽ 1ാം റൗണ്ടിൽ 2000-നോ 3000-നോ മുകളിലേക്ക് BJP പോകുമോ? 1804 എന്ന 1ാം റൗണ്ടിലെ BJPയുടെ കണക്ക് എഴുതി വെച്ചോളൂ. കഴിഞ്ഞ തവണ BJP ആദ്യ റൗണ്ട് പിന്നിടുമ്പോൾ 1804 വോട്ടിന് പാലക്കാട് മുൻപിലായിരുന്നു. 2ാം റൗണ്ട് വരുമ്പോഴേക്കും 1234 വർദ്ധിപ്പിച്ച് 3038 ലീഡ് ഉയർത്തുന്നു. 3038 എഴുതിക്കോളൂ. 3ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും 4333 4333 ആയിട്ട് മാറുന്നു. റൗണ്ട് 3 എത്തുമ്പോൾ പാലക്കാട് ശ്രീധരന്റെ ഭൂരിപക്ഷം. റൗണ്ട് 5-ലെത്തുമ്പോൾ റൗണ്ട് 4 പറഞ്ഞില്ല. റൗണ്ട് 4-ലെത്തുമ്പോൾ UDF തിരിച്ചു വരുന്നു. 618. 4ാമത്തെ റൗണ്ടിൽ UDF 618 ലീഡ് നേടുന്നു. BJPയുടെ ലീഡ് കുറയുന്നു. BJPയുടെ ലീഡ് 3715 ആവുന്നു. അപ്പോൾ ആദ്യത്തെ 3 റൗണ്ടുകൾ കഴിയുമ്പോൾ UDFന് ലീഡുള്ള 4ാമത്തെ റൗണ്ട് വരും. ആ 4ാമത്തെ റൗണ്ടിൽ കഴിഞ്ഞ തവണ നേടിയത് 618 UDF. 5ാമത്തെ റൗണ്ടിലും UDF ആണ് ലീഡ് ചെയ്തത്. 468 വോട്ടുകൾ ലീഡ് ചെയ്തു. 3247 വോട്ടുകൾ BJP ലീഡായി. ആ സമയത്ത് ലീഡ് എങ്ങനെ രണ്ടുപേരുടെ അതല്ല, ടോട്ടൽ ലീഡ്, ടോട്ടൽ വോട്ടാണോ? ടോട്ടൽ വോട്ട് ആ റൗണ്ട് മാത്രമല്ല, അതുവരെയുള്ള ലീഡാണ് ഞാൻ പറഞ്ഞത്. 1 മുതൽ 5 വരെയുള്ള ലീഡ് നോക്കുമ്പോൾ BJP 3247 ലീഡ് കുറയുന്നു. 3247 ലീഡ് കുറയുന്നു റൗണ്ട് 5-ല്. റൗണ്ട് 6 ആകുമ്പോഴും അവിടെയും UDF ലീഡ് ചെയ്യുന്നു. 198 വോട്ടിന്റെ ലീഡ് 6ാമത്തെ റൗണ്ടിൽ മാത്രം UDFന് കിട്ടുന്നു. BJP ലീഡ് വീണ്ടും കുറയുന്നു. 3049. 7ാമത്തെ റൗണ്ട് ആകുമ്പോൾ നോക്കൂ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 3394 വോട്ടിന്റെ ഭൂരിപക്ഷം ലീഡാണ് 7ാമത്തെ റൗണ്ട് മാത്രം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രേക്ഷകർ കുറിച്ചു വയ്ക്കൂ, 7ാമത്തെ റൗണ്ട് നിർണായകമാണ്. BJPയുടെ കോട്ടയാണ് 7ാമത്തെ റൗണ്ട്. ആ 7ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ എത്രയാണെന്നറിയാമോ ഭൂരിപക്ഷം? ലീഡ് 6443 BJPയുടെ ലീഡ് ഉയരുന്നു. 6443. റൗണ്ട് 8 വരുമ്പോൾ 1596 വോട്ടിന്റെ ലീഡ് നേടി അത് ഉയർത്തുന്നു. 8039 മാറുന്നു BJPയുടെ ലീഡ്. ആ 8ാമത്തെ റൗണ്ട് ആകുമ്പോൾ 9ാമത്തെ റൗണ്ടിലും BJP ലീഡ്
ഉയർത്തുന്നു. 1010 വോട്ടിന്റെ ലീഡാണ് 9ാമത്തെ റൗണ്ടിൽ. അങ്ങനെ ടോട്ടൽ 9149 ലീഡ് ഉയർത്തുന്നു. 10ാമത്തെ റൗണ്ടിലും BJP-ക്ക് ലീഡ് 97 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. നാമമാത്രമായ ലീഡാണെങ്കിൽ പോലും നിർണായകമായിരുന്നു 9246. ഈ 10 റൗണ്ടുകൾ നിർണായകമാണ്. ആ 10 റൗണ്ടുകളിലായി നേടിയത് 9246 വോട്ടുകളുടെ ലീഡാണ്. അവിടെ നിന്നാണ് വീഴ്ച ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് BJP-യുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. പിന്നീട് പിരായിരിയിലേക്ക് എത്തുന്നു. പിരായിരിയിലെ UDF ശക്തി കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിലും BJP-യുടെ ലീഡ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. 16ാം റൗണ്ട് ആകുമ്പോൾ 16ാം റൗണ്ടിലാണ് UDF മൊത്തത്തിൽ ലീഡ് എടുക്കുന്നത്. 16ാമത്തെ റൗണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇക്കുറിയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ റൗണ്ട് മാറ്റമുണ്ട്, ബൂത്ത് മാറ്റമുണ്ട്. ആ ബൂത്ത് മാറ്റമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു 10-14 റൗണ്ട് വരെ പ്രേക്ഷകർ കാത്തിരിക്കേണ്ടി വരും. ആദ്യത്തെ 10 റൗണ്ടുകൾ നിർണായകം, 7ാമത്തെ റൗണ്ട് അതിനിർണായകമാണ്. അതേപോലെ 16ാമത്തെ റൗണ്ട് നമുക്ക് ഒന്ന് റോഷിബാലിലേക്ക് പോയാലേ എത്ര റൗണ്ട് ഉണ്ടെന്ന് ഇപ്പൊ എനിക്കും കൺഫ്യൂഷൻ. അപ്പോൾ നോക്കൂ, 14 റൗണ്ടുകളായിരിക്കും, 14 വീതമായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ നിലവിലുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ 20 റൗണ്ടുകൾ, കഴിഞ്ഞ തവണ 20 റൗണ്ടുകളാണ് ഉണ്ടായിരുന്നത്. ആ 20 റൗണ്ടുകളിൽ നിന്ന് കാര്യം കോവിഡിന്റെ സമയം കൂടി ഒരു ബൂത്തിൽ 750 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റൗണ്ടുകളും ബൂത്തുകളുടെയും എണ്ണം കൂടുതലായിരുന്നു ആ സമയത്ത്.